ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ദ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇനി കൂടിപ്പോയ ഒരു പാർട്ട് കൂടെ വരത്തുള്ളൂ. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ ഇനി ഡെമോക്രസി ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ സബ്ജക്റ്റൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒത്തിരി ലാഗ് അടുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസ് തന്നെയാണ്. നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന് പറയുന്ന അതേ ചാപ്റ്റർ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഇൻ 1932, നിവർത്തനം or abstention movement was a powerful political agitation that took place in Travancore. The Christian, Muslim and Ezhava communities formed a political committee and led the movement jointly. They demanded proportional representation in government jobs and in the Legislative Assembly. C. Keshavan, N. V. Joseph and P. K. Kunju led the movement. The activities for responsible government in Travancore were carried out under the auspices of Travancore State Congress. Pattam Thanu Pillai was the first president of the Travancore State Congress. They organized the agitation through petitions and direct action protest. എന്താണ് നമുക്ക് ആ ഒരു മെയിൻ അർത്ഥം നോക്കാം. 1932 നിവർത്തന പ്രസ്ഥാനം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നടന്നു. ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഈഴവ കമ്മ്യൂണിറ്റി എന്നിവരെല്ലാം ഒരു രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് അവർ ഒരുമിച്ച് ഒരു പ്രസ്ഥാനം നയിച്ചു. അവർ സർക്കാർ ജോലികളിലും നിയമസഭയിലുമൊക്കെ ജനസംഖ്യാനുപാതിക പ്രതിനിധാനം ആവശ്യപ്പെട്ടു. സി കെ കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ചു ഇവരൊക്കെ എന്താണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചവരാണ്. തിരുവിതാംകൂറിൽ ഉത്തരവാദിത്തമുള്ള സർക്കാർ സ്ഥാപിക്കാൻ, അതായത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയുടെ കീഴിൽ നടത്തി. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു പട്ടം താനുപിള്ളൈ. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, അവരെങ്ങനെയാണ് ഈ ഒരു അഗിറ്റേഷൻസ് ഒക്കെ കാണിച്ചത്. ദേ ഓർഗനൈസ്ഡ് ദ അഗിറ്റേഷൻസ് ത്രൂ പെറ്റീഷൻസ് ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ പ്രൊട്ടസ്റ്റ്. അവർ പ്രക്ഷോഭം, ഹർജികളും നേരിട്ടുള്ള സമരങ്ങളുമായിട്ടാണ് സംഘടിപ്പിച്ചത്. അതാണ് അത്രയും പറയുന്നത്. ഇനി നമുക്ക് നോക്കിക്കേ, സ്വദേശാഭിമാനി പത്രത്തെ പറ്റിയാണ് ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വായിച്ചു നോക്കാം. K. Ramakrishna Pillai was the editor of Swadeshabhimani newspaper owned by Vakkam Abdul Qadir Maulavi. സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആരായിരുന്നു? രാമകൃഷ്ണ പിള്ളയായിരുന്നു. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? രാമകൃഷ്ണ പിള്ളൈ, കെ രാമകൃഷ്ണ പിള്ളയായിരുന്നു സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ. അതുപോലെ തന്നെ ഇത് ആരുടെ ആയിരുന്നു ഈ ഒരു ന്യൂസ് പേപ്പർ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ആയിരുന്നു. He openly opposed the wrong policies and corruptions of the government through the newspaper. സർക്കാർ നടപ്പാക്കിയ തെറ്റായ നയങ്ങളും അഴിമതികളും ഒക്കെ അദ്ദേഹം ഈ പത്രത്തിലൂടെ ശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി, എതിർക്കുകയുണ്ടായി. He published a series of articles sharply criticizing P. Rajagopalachari, the Diwan of Travancore. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന പി രാജഗോപാലാചാരിയെ എതിരെയായിട്ട് കടുത്ത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശനങ്ങളൊക്കെ ലേഖനങ്ങളൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചത്. Following this, Ramakrishna Pillai was exiled from Travancore and the Swadeshabhimani newspaper was banned. അതുകൊണ്ട് തന്നെ
രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് വിട്ടുപോകാനായിട്ട് നാട് കടത്തുകയാണ് ചെയ്തത്. വിട്ടുപോകാൻ പറഞ്ഞ് നാട് കടത്തി സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. അത്രയാണ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇനി എന്താ നോക്കിക്കേ. ഇനി നമുക്ക് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ പറ്റിയിട്ടാണ്. ഇതും നിങ്ങൾക്ക് അത്യാവശ്യം ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. In 1934, Congress workers who were interested in socialist ideas met at Kozhikode under the presidency of K. Kelappan. They decided to form a Congress Socialist Party within the Indian National Congress. P. Krishnapillai, E. M. Shankaran Namboodiripadu, and A. K. Gopalan led this faction. Several peasant struggles took place in Kerala under the leadership of the Congress Socialist Party. എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ താല്പര്യമുള്ള കോൺഗ്രസ് പ്രവർത്തകർ, അതായത് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അകത്ത് ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. പി കൃഷ്ണപിള്ള, ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, എം കെ ഗോപാലൻ ഇവരൊക്കെയാണ് ഈ വിഭാഗത്തിന്റെ പ്രധാന നേതാക്കളായിട്ട് വന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിരവധി കർഷക സമരങ്ങളും നടന്നിരുന്നു. അത്രയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് തന്നിട്ടുള്ളത് പുന്നപ്ര വയലാർ സ്ട്രഗിളിനെ പറ്റിയിട്ടാണ് തന്നിട്ടുള്ളത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് വായിച്ചു നോക്കാം. This struggle was against the tyranny of C.P. Ramaswamy Iyer, the Diwan of Travancore, and for the establishment of responsible government. Since the struggle took place in Punnapra and Vayalar in Alappuzha, it became known as the Punnapra-Vayalar struggle. It was carried out in 1946 by farmers and workers under the leadership of the Communist Party. പുന്നപ്ര വയലാർ സമരത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ട്രവാൻകൂറിന്റെ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യരുടെ അധിനിവേശ നടപടികൾക്കും ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനം സ്ഥാപിക്കാനും വേണ്ടിയായിരുന്നു ഈ ഒരു സമരം നടത്തിയത്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയും വയലാർ എന്നീ പ്രദേശങ്ങളിലാണ് ഈ ഒരു സമരം നടന്നത്. അതിനാൽ ഇതിനെ പുന്നപ്ര വയലാർ സമരം എന്ന് വിളിക്കുന്നു. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കർഷകരും തൊഴിലാളികളും ചേർന്നുള്ള സമരങ്ങളൊക്കെ നടന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, അടുത്ത പേജില് വുമൺസ് മൂവ്മെന്റ് ടുവേർഡ്സ് ഫ്രീഡം. വുമൺസ് മൂവ്മെന്റ് ടുവേർഡ്സ് ഫ്രീഡം കുറച്ചുള്ളത് കൊണ്ട് തന്നെ വായിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് പോകും. സോ നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ അതിൻ്റെ മീനിങ് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അത് മാത്രം. വുമൺസ് മൂവ്മെന്റ് ടുവേർഡ്സ് ഫ്രീഡം നോക്കുകയെ, നമ്മുടെ മാതൃഭൂമി ലോകത്തിൻ്റെ ഏറ്റവും ദരിദ്ര രാജ്യത്തിലൊന്നാണ്. അതായത് നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ ഇന്ത്യയാണ് ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ അല്ല, ഒരു പഴയ സ്പീച്ചാണിത്. ഇവിടെ 100-ൽ 3-4 പേർക്കാണ് മതിയായ ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഉള്ളത്. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് നന്നായി നോക്കിയാൽ നമുക്കും ഒന്നും മതിയാവുന്നില്ല, അതായത് നമുക്കും തൃപ്തിപ്പെടാനുള്ള സാധനങ്ങൾ ഇല്ല. ഇതൊക്കെ മനസ്സിലായെങ്കിൽ വിശക്കുന്നവർക്കും ദരിദ്രർക്കും വേണ്ടിയിട്ട് സഹായമായിട്ട് നൽകാൻ നിങ്ങൾക്ക് അധികമെന്ന് തോന്നുന്ന സംഭവത്തിൻ്റെ ഒരു പങ്ക് തരാമോ എന്ന് ചോദിച്ചു. അതായത് നിങ്ങൾക്കുള്ളതിൽ കൂടുതലായിട്ട് തോന്നുന്നതിൽ നിന്നിട്ടും ഏത് വസ്തുവും എനിക്ക് കൊടുക്കൂ, അല്ലെങ്കിൽ എനിക്ക് തരൂ, ഏത് വസ്തുവും തരൂ, അത് വസ്ത്രവും ഭക്ഷണവും ആക്കിയിട്ട് വേണ്ടിയവർക്ക് എത്തിക്കാമെന്നാണ് പറഞ്ഞത്. അത് ഏറ്റവും വേണ്ടവരുടെ കൈകളിൽ വായിലും എത്തിക്കാമെന്ന് പറയുന്നു. നിങ്ങളുടെ കരുണ ഒരു വയറിനെങ്കിലും നിറയ്ക്കാൻ കഴിയുവാണെങ്കിൽ, ഒരാളുടെ നഗ്നതയെങ്കിലും മറയ്ക്കാൻ കഴിയുവാണെങ്കിൽ, ഇത്തരത്തിലുള്ള ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും കാര്യങ്ങളേ ഉള്ളത്.
അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഈ ഒരു സമയത്ത് വടകരയിലെ ഒരു പൊതുയോഗത്തിലാണ് മഹാത്മാഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ സ്ത്രീകൾ വേഗത്തിൽ ഒത്തുകൂടിയായിരുന്നു അവിടെ. പലർക്കും ഇതൊക്കെ കേട്ടിട്ട് കുറ്റബോധം കൊണ്ട് തല അവർ താഴ്ത്തി. അപ്പോഴാണ് ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് ഗാന്ധിജിയുടെ മുന്നിൽ നിൽക്കുന്നത്. തൻ്റെ സ്വർണ്ണ കമ്മലും അതുപോലെ വളകളും അവൾ ഊരിക്കൊടുത്തു. അപ്പം ഗാന്ധിജി തന്നെ ഞെട്ടിപ്പോയി. അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ഇതിൽ ഗാന്ധിജി വരെ ഞെട്ടിപ്പോയി. എന്നിട്ട് ചോദിച്ചു, ഇത് നിന്റെ സ്വന്തം മനസ്സിന്റെ തീരുമാനമാണല്ലോ എന്ന് ചോദിച്ചു. പെൺകുട്ടി പറഞ്ഞു, അതെ. പേരെന്താന്ന് ചോദിച്ചപ്പോൾ കൗമുദി എന്ന് പറഞ്ഞു. നിന്റെ മാതാപിതാക്കൾക്ക് നീ എന്ത് പറയും? അതായത് അവര് ചോദിക്കത്തില്ലേ ഇത് എന്താ കൊടുത്തേന്നൊക്കെ ചോദിക്കില്ലേ? അപ്പൊ നീ അവരോട് എന്ത് പറയും? നിന്റെ ഭാവി ഭർത്താവ് അലങ്കാരമില്ലാത്ത പെൺകുട്ടി, അതായത് ഈ ഓർണമെന്റ്സ് ഒന്നും ഇല്ലാത്ത ആളെ വേണ്ടെന്ന് വെച്ചാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, കൗമുദിയുടെ മറുപടി ഉറച്ചതായിരുന്നു. അവനും പിടിവാശിയാണെങ്കിൽ ഞാനും പിടിവാശിയാവും എന്നാണ് കുട്ടി പറഞ്ഞത്. അത്തരം ഭർത്താവിനെ ഞാൻ തന്നെ നിരസിക്കും എന്നാ കുട്ടി പറഞ്ഞു. ഇത് കൊച്ചുകുട്ടിയാണ്, ഓർക്കണം, ഇത്രയും കാര്യങ്ങൾ അവൾക്ക് അറിവുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ താഴോട്ട്. ഹാവ് യു റീഡ് ദ എബവ് ഹിസ്റ്റോറിക്കൽ ഇൻസിഡന്റ്? മുകളിൽ ചരിത്ര സംഭവം നിങ്ങൾ വായിച്ചോ? Kaumudi teacher was a person who avoided ornaments in her later life and lived a simple life wearing only khadi. കൗമുദി ടീച്ചർ പിന്നീട് മുഴുവൻ ജീവിതത്തിലും ആഭരണങ്ങൾ ധരിക്കാതെ ഖാദി വസ്ത്രം മാത്രം ധരിച്ച് സരളമായ ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു. ഓക്കെ. Thus, many Malayali women performed selfless acts as part of the Indian freedom struggle. ഇങ്ങനെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അനവധി മലയാളി സ്ത്രീകൾ സ്വാർത്ഥ താല്പര്യാർത്ഥം എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. When the national movement gained strength in India through protests such as non-cooperation and civil disobedience, women in Kerala actively participated in the struggles. അസഹകരണ സമരം, നാടുവിടൽ സമരം, അങ്ങനത്തെ സമരത്തിനൊക്കെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ശക്തമായി വന്നപ്പോൾ കേരളത്തിലെ സ്ത്രീകളും ആ ഒരു സമരങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എംബ്രേസിംഗ് ഗാന്ധിജീസ് മെസ്സേജ്, വുമൺ were active in salt production, boycotting foreign clothes and waving and wearing khadi clothes. അതായത് കേരളത്തിലെ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗാന്ധിജിയുടെ ഈ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഉപ്പ് നിർമ്മാണം, വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണം, ഖാദി ധരണം, അതുപോലെ അത് നിർമ്മിക്കുക, ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. During the struggle period, there was a notable participation of women in the activities of eradicating untouchability and uplifting Harijans. സമരകാലത്ത് തൊട്ടുകൂടായ്മയൊക്കെ അവര് നിവാരണം ചെയ്തു, അതായത് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഹരിജനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പ്രവർത്തിച്ചു. സ്ത്രീകളുടെ പങ്കാളിത്തം ഇതിലൊക്കെ ശ്രദ്ധേയമായിട്ട് ഉണ്ടായിരുന്നു. Many women were imprisoned as a part of the struggle. ഈ പ്രവർത്തനങ്ങളുടെ വഴിയായിട്ട് കുറെ സ്ത്രീകൾ ജയിലിൽ അകപ്പെടേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ഡ്യൂറിങ് ദിസ് പീരീഡ് എ വി കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ ഇൻ മലബാർ, അക്കമ്മ ചെറിയാൻ ആൻഡ് ആനി മസാക്കർ ഇൻ ട്രവാൻകൂർ ലെഡ് ദ നാഷണൽ മൂവ്മെന്റ്. മലബാറിൽ നിന്ന് എ വി കുട്ടിമാളു അമ്മ, അതുപോലെ തന്നെ അമ്മു സ്വാമിനാഥനായിരുന്നു. ട്രവാൻകൂറിൽ നിന്ന് അക്കമ്മ ചെറിയാനും ആനി മസാക്കറിനും ആയിരുന്നു ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചത്. ഇത്രയാണ് ഇവിടെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.